മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി എന്ന് മാത്രമല്ല ബൈത്തുൽ മുഖദ്ദസിൽ മറമാടുകയും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായ ദിവസം തന്നെ ഐസും, അതായത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒപ്പം കൂടെ പിറന്ന ഐസും വഫാത്തായി എന്നാണ് ഇവിടെ ചരിത്രം പറയുന്നത്. അങ്ങനെ മറമാടാൻ ഒരു സ്വന്തൂക്കിനാൽ തേക്കാൽ പണിന്തന്ന് മഹിമ പൊന്നബിയാരെ അതിൽ ബത്താരോ പിറൈ ബൈത്തുൽ മുഖദ്ദസിൽ മാറത്തം നൂരക്കുന്നേ മിനുസത്തോ പാതിൽ വെത്ത് ദുആയിരം നേ. അങ്ങനെ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി ക്രിയകളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ബൈത്തുൽ മുഖദ്ദസിൽ ഒരു പെട്ടിയിൽ, അഥവാ അതുകൊണ്ടാണ് ഈ ചേട്ടന്മാർ ക്രിസ്ത്യാനികൾ പെട്ടിയിലടക്കം ചെയ്യുന്നത്, അതുപോലെ പാരമ്പര്യമാണ്. മറമാടാൻ ഒരു സ്വന്തൂക്കിനാൽ തേക്കാൽ പണിന്തന്ന്, തേക്കിനാലുള്ള ഒരു പെട്ടി പണിതുകൊണ്ട് ആ പെട്ടിയിൽ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിടത്തിക്കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ മറമാടി. കാരണം അവിടെ മണലാണുള്ളത്, അപ്പോൾ അതുകൊണ്ട് ആ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ ചുരുക്കി പറയുന്ന യാക്കൂബ് നബി മോനോടൊരുമിത്ത് പാർത്ത് 40 കൊല്ലം മിസ്റിൽ തന്നെ. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പയും കണ്ടുമുട്ടി യൂസുഫിനും കണ്ടുമുട്ടിയതിന് ശേഷം മിസ്റിൽ 40 വർഷത്തോളം താമസിച്ചു എന്നാണ് കവി പറയുന്നത്. അങ്ങനെ ഉരൈ കൗലുണ്ട് യാക്കൂബൻ നബിയാർക്കും ഐസിനും ഒരു കബർ കുഴിത്തതിൽ മറച്ച് എന്നേ. ചില കവികൾ ചില കീലകൾ അഭിപ്രായങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനും ഐസിനും ഒരേ ഖബറിൽ മറവ് ചെയ്തു. രണ്ടും ഇരട്ടക്കുട്ടികളായി വന്നതാണല്ലോ, അതുകൊണ്ട് ഒരേ ഖബറിലാണ് മറവ് ചെയ്തത് എന്നും പല അഭിപ്രായങ്ങളും ഇവിടെ കാണുന്നു എന്നാണ് കവി പറയുന്നത്. ഉരൈ കൗലുണ്ട് യാക്കൂബൻ നബിയാർക്കും ഐസിനും ഒരു കബർ കുഴിത്തതിൽ മറച്ച് എന്നേ എന്നും ഈ മഹാത്മാക്കൾ 120 എണത്തൊன்று ഇരുന്നിപ്പോൾ കൗലുണ്ടെന്നേ. അപ്പോൾ 120, അപ്പോൾ 120 വർഷം അവർ ജീവിച്ചു എന്നാണ് കവി ഇവിടെ പറയുന്നത്. എന്നെ പിൻ ബഹുമാന നബി യൂസുഫ് 7 സംവത്സരം ജീവിച്ചിരുന്നിടുന്നു. പിന്നെ വാപ്പ വഫാത്തായതിന് ശേഷം യൂസുഫ് നബി അലൈഹി സ്വലാം 23 വർഷം കൂടി ജീവിച്ചു എന്നാണ് ഇവിടെ കവി പറയുന്നത്. മന്നർക്ക് പാരലോക സുഖം കൊള്ളാമാനം മുന്തി മന്നാനിൽ ഓഫാത്താകാൻ ദുആയിരം നേ. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി അല്ലാഹുവിലേക്ക് ചേരാനുള്ള ആഗ്രഹത്താൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തുന്ന, എന്നെ അള്ളാഹു നീ മഹാനായ ഖാബിദുൽ അർവാഹിനെ കൊണ്ട് എന്നെ പിടിപ്പിക്ക്, റൂഹിനെ പിടിപ്പിക്കുക എന്ന് പറഞ്ഞ് ദുആ ചെയ്തത് കാരണത്താലാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം വഫാത്തായത്. വാപ്പ മരിച്ച് 23 വർഷം കഴിഞ്ഞതിന് ശേഷം എന്നാണ് ഇവിടെ കവി പറയുന്നത്. അങ്ങനെ അന്നാളിൽ മാറന്നുൽ മൗതാരിമ പൊന്നബിയാർക്ക് അണഞ്ഞപ്പൽ യഹൂദാനെ വിളിത്ത് ചൊന്നേ ചൊല്ലി അംദിനം എൻ്റെ ഖലീഫയാണുമെന്നും സൂക്ഷിച്ച് മിസ്റിനെ ഭരിപ്പീൻ പൊന്നേ. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഈ ലോകത്തോട് വിട പറയാൻ അടുത്തിരിക്കുന്ന സമയം തൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള, തന്നോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന, പല അപകടങ്ങളിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയ യഹൂദ എന്ന് പറയുന്ന ജ്യേഷ്ഠനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇനി എൻ്റെ ഖലീഫയായി ഈ മിസ്ർ ഭരിക്കേണ്ടത് നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അതാ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് കവി അടുത്ത എപ്പിസോഡിലേ വിവരിക്കൂ. അത് നിങ്ങൾക്ക് അങ്ങനെ കേൾക്കാം.